ഹലോ, എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് കരുതേണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഇത് ഞാനിവിടെ വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ എൻ്റെ കുട്ടികൾ തന്നെയാണ്. ഇതുപോലെ കുട്ടികളും പ്രായമായിട്ടുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് എന്തായാലും ഇത് വീട്ടിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. വേറെ ഒന്നുമല്ല, തെർമോമീറ്ററിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് വീടുകളിൽ പനിയൊക്കെ ആൾക്കാർക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു തെർമോമീറ്റർ ടാറ്റയുടെ തെർമോമീറ്ററാണ്. ഇത് ഞാൻ വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ നോൺ മെർക്കുറി ആണ്. അതുകൊണ്ട് തന്നെ 100% സേഫ് ആണ്. ഡിഗ്രി ഫാരൻഹീറ്റിലും ഡിഗ്രി സെൽഷ്യസിലും മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ റീഡിംഗ് ആണെങ്കിലും വളരെ എളുപ്പമാണ്, കാരണം LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പവർ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം കുട്ടികളുടെ ആം പിറ്റ്, അതായത് കക്ഷത്തിനടിയിലായിട്ട് വെക്കുക. എന്നിട്ട് കൈ ചേർത്ത് പിടിക്കുക. ഇത് നിങ്ങൾക്ക് നാക്കിൻ്റെ അടിയിലും വെക്കാവുന്നതാണ്. ഇതുപോലെ കക്ഷത്തിൻ്റെ അടിയിലായിരിക്കും കുട്ടികൾക്കാണെങ്കിൽ വെക്കാൻ എളുപ്പം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൈ ചേർത്ത് പിടിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു തെർമോമീറ്റർ ഒരു 30 ഡിഗ്രി ആംഗിളിൽ താഴ്ന്നിരിക്കണം, ഒരിക്കലും പൊങ്ങിയിരിക്കാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിൽ റെക്കോർഡിങ്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. റെക്കോർഡ് ആയതിനു ശേഷം ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. അതിനുശേഷം അവിടെ നിന്ന് നമ്മളിത് റിമൂവ് ചെയ്തതിന് ശേഷം ടെമ്പറേച്ചർ റീഡ് ചെയ്യേണ്ടതാണ്. 36-37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറാണ്. അതല്ലാതെ 38 ഡിഗ്രി സെൽഷ്യസിനോ അല്ലെങ്കിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റിനോ മുകളിലാണ് ടെമ്പറേച്ചർ എങ്കിൽ പനിയുണ്ടെന്നാണ് അതിനർത്ഥം. ഇവിടെ ടെമ്പറേച്ചർ നോർമലാണ്. ഇത്തരത്തിൽ ടെമ്പറേച്ചർ കൂടുതലാണ് എങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്. കോവിഡൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു സാധനം വീടുകളിൽ മസ്റ്റായിട്ട് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. ഇതുപോലൊരു ടിന്നിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും എളുപ്പമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ